Hi students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ യൂസുകളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷനാണ്. നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചു കഴിഞ്ഞു. v is equal to u plus at, s equal to ut plus half at square, v square is equal to u square plus 2as. ഓക്കെ, ഇതൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് നമുക്കറിയാം. ഇനി നമുക്കതെങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നാണ് പഠിക്കേണ്ടത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് 3 മെത്തേഡ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാം. ഒന്ന് അനലിറ്റിക്കൽ മെത്തേഡ്, രണ്ടാമത് കാൽക്കുലസ് മെത്തേഡ്, 3 ബൈ യൂസിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ദാറ്റ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ബൈ അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബോഡിയുടെ മോഷൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ വിചാരിക്കുക ഒരു ബോഡി എ ടു ബി മൂവ് ചെയ്യുന്നു. ഓക്കെ, അത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ടി ഈക്വൽ ടു 0 ആണ്. ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി യു ആണ്. അതായത് യു എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞു, ടി സമയത്തിന് ശേഷം അത് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഓക്കെ, അവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി യു അല്ല, അത് മാറി വി എന്നായി. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്നത് വെലോസിറ്റി ആഫ്റ്റർ ടി ടൈം. ഓക്കെ, where v is the velocity of the body after a time t. Okay, that is final velocity. മനസ്സിലായല്ലോ? ഓക്കെ, ഈ വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അതൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. ആൻഡ് ഹിയർ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഈസ് എസ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. വസ്തുവിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ? അല്ല. വസ്തുവിന്റെ വെലോസിറ്റി യുയിൽ നിന്ന് വി ആയി മാറിയില്ലേ? അതുകൊണ്ട് ഈ വസ്തുവിന് എന്തുണ്ട്, ഒരു ആക്സലറേഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ വി ആർ ഡിറൈവിംഗ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ ദ കേസ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഓക്കെ, അപ്പോൾ ഈ വസ്തുവിന് ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ എ ആണ്. അതെന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ബോഡിയുടെ കേസിലാണ്, അല്ലെങ്കിൽ ഈ ഒരു മോഷന്റെ കേസിലാണ് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇക്വേഷൻ ആണ് വെലോസിറ്റി ടൈം റിലേഷൻ, ദാറ്റ് ഈസ് v ഈക്വൽ ടു u പ്ലസ് at. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആക്സലറേഷന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ആക്സലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ആക്സലറേഷൻ a ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, that is divided by time. ഇതാണ് ആക്സലറേഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ വസ്തുവിന്റെ വെലോസിറ്റി ഇനീഷ്യലി യു ആണ്. ഓക്കെ, ഫൈനലി ഇറ്റ് ബിക്കംസ് വാട്ട്, വി. സോ ചേഞ്ച് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ ഇക്വേഷൻ ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്, വി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടൈം. ഇനീഷ്യലി it is starting at a time t equal to 0 and it reached at the point b after a time t is equal to t. So what is the time interval here? t minus 0, that is t. ശരിയല്ലേ? ഇനി നമുക്കൊന്ന് മാറ്റി എഴുതാം. So we get v minus u is equal to a into t. Okay, that is v equal to u plus at. അപ്പോൾ നമുക്ക് ആവശ്യമായ ഇക്വേഷൻ കിട്ടി. So this is the first equation, that is velocity time relation. So I can take this is equation number 1. മനസ്സിലായില്ലേ? ഇത് സാധാരണ എക്സാമിന് ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, 1 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. വളരെ എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. മനസ്സിലായല്ലോ? ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ആഫ്റ്റർ എ ടൈം ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. അടുത്ത ഇക്വേഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. നമുക്ക് ഈ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഏവറേജ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് ആണ്. എന്താണ് ഏവറേജ് വെലോസിറ്റി? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏവറേജ് വെലോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, isn't it? So total displacement divided by total time. ഇതാണ് ഏവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ശരിയല്ലേ?
That is total displacement divided by total time. Okay. ഇനി ഇവിടെയുള്ള കേസിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എസ് ആണ്. ടോട്ടൽ ടൈം എത്രയാണ്? 0 to t എന്ന് പറയുമ്പോൾ t minus 0 t ആണ് അല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു average velocity v average is equal to s divided by t, isn't it? So what about the displacement? S is equal to average velocity into time. So this is the equation for the displacement here. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ വസ്തുവിന്റെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. In the case of uniformly accelerated motion, average velocity is given by the equation v plus u divided by 2. Okay, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? average velocity കാണാം when the body is moving with the constant acceleration. അതുകൊണ്ട് ഞാൻ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഐ ക്യാൻ റൈറ്റ് s is equal to v plus u divided by 2 into t. ശരിയല്ലേ? ഓക്കെ, ഞാനിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏതായിരുന്നു ഇക്വേഷൻ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1, isn't it? ദാറ്റ് ഈസ് v is equal to u plus at. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ശരിയല്ലേ? അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷനിൽ നിന്ന് v യുടെ വാല്യൂ ഞാൻ ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ v യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? u plus at എന്ന് കൊടുക്കാം. So I can write the equation as s is equal to u plus at plus u all divided by 2 into t. Okay, അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്തത്? ഈ ഇക്വേഷനിൽ v യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? v is equal to u plus at കൊടുത്തു. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? s is equal to u plus at plus u divided by 2 into t എന്ന് കിട്ടി. So here u plus u is what? 2u. So I can rewrite this as 2u plus at all divided by 2 into t. Okay. ഇനി നമ്മൾ t കൊണ്ട് ഉള്ളിലുള്ള ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? s is equal to 2u into t, that is 2ut plus at into t, at square all divided by 2. ശരിയല്ലേ? ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. x plus y all divided by z is equal to x by z plus y by z. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി അറിയാം. ഞാൻ ഈ ഒരു ഐഡന്റിറ്റി ഇവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ, സോ x plus y by z is x by z plus y by z. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്, 2ut plus at square. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സോ യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 2ut divided by 2 plus at square divided by 2. Okay, this 2 cancel. So the equation is what? S is equal to ut plus half at square. ശരിയല്ലേ? ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ. So we got the equation S is equal to ut plus half at square. So this is a very simple derivation. ഓക്കെ, ഇതും എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പോൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഡെറിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ ഡെറിവേഷൻ ഓഫ് ദ ഇക്വേഷൻ v square equal to u square plus 2as. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഐഡിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? ആവറേജ് വെലോസിറ്റി. Okay, average velocity is total displacement by total time. So the displacement is average velocity into time. നമുക്ക് ഓൾറെഡി ആ ഇക്വേഷൻ അറിയാം. So I can write here s is equal to average velocity into time. Okay, പിന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി നമുക്ക് എന്ത് എഴുതാം? v plus u divided by 2 എന്ന് എഴുതാം. അതുകൊണ്ട് ഇവിടെയും ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ ഐഡിയ തന്നെ, that is in the place of v average I can write that is v plus u divided by 2 into t. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഏതാണ്? v square equal to u square plus 2as അല്ലേ? ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ v വരുന്നുണ്ട്, u വരുന്നുണ്ട്, s വരുന്നുണ്ട്. അത് മൂന്നും നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിലുണ്ട്. s ഉണ്ട്, u ഉണ്ട്, ഓക്കെ, v ഉണ്ട്. പക്ഷേ
നമുക്ക് വേണ്ട ഒറിജിനൽ ഇക്വേഷനിൽ വരുന്ന ഏതാണ്? ആക്സലറേഷൻ ആണ് വരുന്നത്. ഇവിടെയുള്ള ക്വാണ്ടിറ്റി ഏതാണ്? അഡീഷണൽ ആയിട്ട് വന്ന ക്വാണ്ടിറ്റി ടൈം ആണ്, ടി ആണ്. അപ്പൊ നമുക്ക് ടൈമിന്റെ ആവശ്യമില്ല ഈ ഇക്വേഷനിൽ. അതിന് പകരം ഏതിനെ കൊണ്ടുവരണം? ആക്സലറേഷൻ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടൈമിനെ ഒന്ന് മാറ്റി എഴുതണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ 1 തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇക്വേഷൻ 1? V is equal to u plus at. ശരിയല്ലേ? ഇത് നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് v minus u is equal to a into t എന്ന് കിട്ടും. ശരിയല്ലേ? From here you can write t is equal to v minus u divided by a. So this is the equation for time. Okay, ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? s is equal to v plus u divided by 2 into ടൈമിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? v minus u divided by a എന്ന് കൊടുക്കാം. ശരിയല്ലേ? ഇനി നമ്മൾ ന്യൂമറേറ്റർ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിൽ വരുന്നത് v plus u into v minus u ആണ്. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണ്? a plus b into a minus b is equal to എന്താണ്? a square minus b square ആണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ ഈ ഐഡന്റിറ്റി ഇവിടെ ഉപയോഗിക്കുന്നു. That is v plus u into v minus u is written as v square minus u square divided by denominator 2 into a, that is 2a. ശരിയല്ലേ? ഇതൊന്ന് മാറ്റി എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് v square minus u square is equal to 2as. Okay, that is v square is equal to u square plus 2as. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ അതിന്റെ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് v square equal to u square plus 2as. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ നമ്പർ 3. മനസ്സിലായോ? ഇതാണ് ഡെറിവേഷൻസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ബൈ അനലിറ്റിക്കൽ മെത്തേഡ്. ഇതും നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓരോന്നും ചോദിക്കാം, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ മാത്രമാണ് ചോദിച്ചെങ്കിൽ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ കാണാറ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മാത്രമാണെങ്കിൽ അത് 2 മാർക്ക്. ഇനി ഈ തേർഡ് ഡെറിവേഷൻ ആണ് ചോദിച്ചെങ്കിൽ അതും 2 മാർക്കിനാണ്. ഓക്കെ, ചില കേസിൽ പറഞ്ഞിരിക്കുന്നത് ഡിറൈവ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 5 മാർക്കിനായിരിക്കും ചോദിക്കുക. 2 + 2 + 1. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് മുതൽ 5 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് ഈ ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. മനസ്സിലായില്ലേ? ഇനി എക്സാമിന് ഡിറൈവ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഇതാണ്. ഈ അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ അത് സ്പെസിഫൈ ചെയ്യും. എന്ത്? ഡിറൈവ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ബൈ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ബൈ യൂസിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്പെസിഫൈ ചെയ്ത ആ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. മനസ്സിലായോ? ഞാൻ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് ഡെറിവേഷൻ ഉപയോഗിക്കുന്നത് നല്ലത്? ഈ ഒരു ഡെറിവേഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.